കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷിന് തൃശ്ശൂരിലെ സ്പായിൽ എന്താണ് കാര്യം? സ്പാ നടത്തിപ്പുകാരിയായ യുവതിയുമായി എന്താണ് ബന്ധം? ഒരു ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ യുവതിയെ തേടി തൃശ്ശൂരിലെത്തിയ പോലീസ് ആദ്യമൊന്ന് അമ്പരന്നു. നല്ല പരിചയമുള്ള മുഖം. പേര് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് മരട് അനീഷാണെന്ന്. തട്ടിപ്പ്, പിടിച്ചുപറി, കൊട്ടേഷൻ ആക്രമണം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ അനീഷ് കുറച്ച് നാളുകളായി പോലീസിന് പിടികൊടുക്കാതെ നടക്കുകയായിരുന്നു. അതിനിടെയാണ് തൃശ്ശൂരിൽ നിന്നും മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും അനീഷിനെതിരെ നിരവധി കേസുകളുണ്ട്. നിലവിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ സ്വർണ്ണക്കവർച്ചാ കേസിൽ തമിഴ്നാട് പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. തൃശ്ശൂരിലെ ഒരു സ്പായിൽ നടന്ന റെയ്ഡിനിടെയാണ് യാദൃശ്ചികമായി മരട് അനീഷ് പോലീസിന്റെ കൺമുന്നിൽപ്പെട്ടത്. ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ തേടിയെത്തിയതായിരുന്നു മുളവുകാട് പോലീസ്. ഏറെക്കാലമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടന്ന അനീഷിനെ സ്പായിൽ ഒരു യുവതിക്കൊപ്പമാണ് കണ്ടത്. പിന്നാലെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ കരുതൽ തടങ്കലിലുള്ള അനീഷിനെ തമിഴ്നാട് പോലീസിന് കൈമാറുമെന്നാണ് സൂചന. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും അനീഷിനെതിരെ നിരവധി ഗുരുതര കേസുകളുണ്ട്. പ്രധാനമായും പിടിച്ചുപറി, കൊട്ടേഷൻ ആക്രമണം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കേസുകളിൽ തമിഴ്നാട് പോലീസ് അനീഷിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മധുര ജയിലിൽ കിടക്കുമ്പോഴാണ് പല പ്രമുഖ ക്രിമിനലുകളുമായും അനീഷ് ബന്ധം സ്ഥാപിക്കുന്നത്. അവിടെ വെച്ചുണ്ടായ ബന്ധങ്ങൾ ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ കൊട്ടേഷനുകളും പിടിച്ചുപറിയും നടത്തിയിരുന്നു. കൊച്ചിയിൽ ഉൾപ്പെടെ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയുമായി ബന്ധപ്പെട്ട അനീഷിനെതിരെ നിരവധി കേസുകളുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും കേസുകളിൽ ഇയാൾക്കെതിരെ വാറന്റ് ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ ജയിലിൽ വെച്ച് വധശ്രമത്തിനിരയായ അനീഷ് പുറത്തിറങ്ങിയ ശേഷം പഴയ ഗുണ്ടാപ്പണിയിലേക്ക് തിരിയാനുള്ള നീക്കത്തിലായിരുന്നു. അതിനിടെയാണ് ഇയാൾ തട്ടിപ്പും പിടിച്ചുപറിയുമായി സജീവമാകുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദീർഘകാലമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന അനീഷ് തൃശൂർ കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഭായ് നസീറിന്റെയും തമ്മനം ഫൈസലിന്റെയും സംഘങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഒരു മാസം മുൻപ് കൊച്ചി വൈറ്റിലയിലെ ബാറിൽ ഗുണ്ടാ നേതാവ് ഔറംഗസേബുമായി ഏറ്റുമുട്ടിയത് മരട് അനീഷിന്റെ ഗ്യാങ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അനീഷിനെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 50-ലധികം ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഇതിൽ കേരളത്തിലെ പല കേസുകളിലും ഇയാൾ ജാമ്യത്തിലാണ്. സ്പായിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിയെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.